ഗ്രേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോഗ്രഫിയുടെ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ത്രൂ ദ സാൻഡി എക്സ്പാൻസ്. അപ്പോൾ ചാപ്റ്റർ ആദ്യത്തെ പേജ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസേർട്ടുകളെ പറ്റിയാണ്. ആരെ പറ്റിയാണ്? ഡെസേർട്ടുകളെ പറ്റിയാണ്. അപ്പോൾ ഡെസേർട്ട് എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മുന്നേ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാനായിട്ട് പോവുക. അപ്പോൾ ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും അല്ലേ. എന്താ ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മണലൊക്കെ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്താ ഡെസേർട്ട് എന്ന് പറയുന്നത് അല്ലേ. വെള്ളമൊന്നുമില്ലാതെ ക്യാമലിൻ്റെ പുറത്തൊക്കെ ആൾക്കാർ പോകുന്ന അവിടെ ചില സ്ഥലങ്ങളിൽ ഒയാസിസ് മാത്രമായിട്ട് വെള്ളം കാണുന്ന മണലാരണ്യങ്ങളുള്ള സ്ഥലമാണ് എന്ത് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ചോദ്യം എന്താണ് ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ ഡെസേർട്ട്? ഓക്കെ, ജനറലി ഒരു 25 സെൻറ്റിമീറ്ററിൽ കുറവായിട്ട് മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 25 സെൻറ്റിമീറ്റർ എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തേക്കുന്നത്. ഇതാണ് റെയിൻ ഗേജ് എന്നറിയപ്പെടുന്ന സാധനം. എന്താണ് റെയിൻ ഗേജ്? ഈ റെയിൻ ഗേജ് വെച്ചാണ് നമ്മൾ മഴ മെഷർ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നമ്മുടെ സ്കെയിലിലുള്ള പോലെ സെൻറ്റിമീറ്റർ മെഷർമെൻറ്റ് കൊടുത്തേക്കുന്നത് കണ്ടോ. അങ്ങനെ ഒരു മഴക്കാലം വരുമ്പോഴത്തേക്ക് ഇവിടെ എത്ര വെള്ളം സ്റ്റോറായി എന്നൊക്കെ വെച്ചിട്ടാണ് ഡീറ്റെയിലോട്ടൊന്നും ഡീറ്റെയിലോട്ടൊന്നും പോകണ്ട, ഒരു ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ 25 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ഏതാണ്ട് 200 തൊട്ട് 250 സെൻറ്റിമീറ്ററൊക്കെ മഴ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 25 വളരെ കുറവല്ലേ. അപ്പോൾ വളരെയധികം കുറവ് മഴ കിട്ടുന്ന പ്രദേശമാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെസേർട്ടിൽ അധികം ആൾക്കാർ താമസിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ ഈ ഡെസേർട്ടിന് പേര് കിട്ടുന്നത് ലാറ്റിൻ ഭാഷയുണ്ടല്ലോ, ലാറ്റിൻ ഭാഷയിൽ ഡെസേർട്ടം എന്താണ്? ലാറ്റിൻ ഭാഷയിൽ ഡെസേർട്ടം എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? അബാൻഡൻഡ് പ്ലേസ് എന്നാണ്, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഡെസേർട്ടം എന്ന വാക്കിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഡെസേർട്ട് എന്ന ഈ ഒരു വാക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ആൾ താമസമൊക്കെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഡെസേർട്ടിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഇവിടെ കാണുന്നത് ഒരു കോൾഡ് ഡെസേർട്ട്, ഇവിടെ കാണുന്നത് ഒരു ഹോട്ട് ഡെസേർട്ട്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. കോൾഡ് ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? അവിടെ തണുപ്പായിരിക്കും അല്ലേ. അതായത് ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും എന്തായിരിക്കും? മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്? കൂടുതൽ ആയിരിക്കും. അപ്പോൾ കോൾഡ് ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്ലേസസ് വിത്ത് പെർമനൻ്റ് സ്നോ കവർ അല്ലെ, പെർമനൻ്റ് ആയിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? എക്സ്ട്രീം കോൾഡ് അല്ലെ, ഭയങ്കര തണുപ്പുള്ള സ്ഥലമായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ലഡാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൾഡ് ഡെസേർട്ടാണ്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൾഡ് ഡെസേർട്ടാണ്. അറ്റക്കാമ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൾഡ് ഡെസേർട്ട് ആണ്. അതുപോലെ ഗോബി എന്ന് പറയുന്നതും എന്താണ്? ഒരു കോൾഡ് ഡെസേർട്ടാണ്. ഇതൊക്കെ കോൾഡ് ഡെസേർട്ടിന് ഉദാഹരണങ്ങളാണ്. നിങ്ങളിതിൽ ഏതൊക്കെ കേട്ടിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഈ പറയുന്നതിനകത്ത് നിങ്ങൾ ലഡാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ബാക്കി ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്റാർട്ടിക്കയും കേൾക്കാൻ വഴിയുണ്ട്, ഈ അറ്റാക്കാമയും ഗോപിയൊന്നും കേൾക്കാൻ വഴിയില്ല. എന്നാ പറഞ്ഞേ, ഏത് രാജ്യത്താണ് ഈ അറ്റാക്കാമ ഡെസേർട്ടും ഗോബി ഡെസേർട്ടും ഉള്ളത്? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക, പറയുക. അപ്പോൾ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഭൂമി നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ നടുക്ക് വരുന്നതാണല്ലോ 0 ഡിഗ്രി. ഈ 0 ഡിഗ്രി കഴിഞ്ഞ് മുകളിൽ 1, 2, 3 എന്ന് പോകും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഈ 15 ഡിഗ്രി മുതൽ എത്രയാണ്? 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുമ്പോൾ ഏതാണ്ട് നമ്മുടെ ട്രോപ്പിക്കൽ ഭാഗം എന്നാണ് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ ഭാഗത്താണ് കൂടുതലായിട്ട് എന്ത് കാണുന്നത്? ഹോട്ട് ഡെസേർട്ട് കാണുന്നത്. ഓക്കെ, 15 ഡിഗ്രിക്ക് 30 ഡിഗ്രി നോർത്തിലും സൗത്തിലും ഈ പറയുന്ന 15 ഡിഗ്രിക്ക് 30 ഡിഗ്രിക്ക് ഇടയ്ക്ക് വരുന്ന ഈ ഒരു സ്ഥലത്താണ് സാധാരണഗതിയിൽ എന്ത് കാണുന്നത്? ഹോട്ട് ഡെസേർട്ട് കാണുന്നത്. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. മാത്രമല്ല കോണ്ടിനെൻറ്റുകളുടെയൊക്കെ വെസ്റ്റേൺ ഭാഗത്താണ് കൂടുതലായിട്ടും ഇത് കാണുന്നത്. നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തും എക്സാമ്പിളുകളുണ്ട്. ഒന്ന് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഡെസേർട്ടായിട്ടുള്ള ഥാർ ഡെസേർട്ട് ഒരു ഹോട്ട് ഡെസേർട്ടിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം സഹാറ ഡെസേർട്ട്, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കൽഹാരി ഡെസേർട്ട്, പിന്നെ നമ്മുടെ അറേബ്യ അറിയാലോ, നമ്മുടെ ഗൾഫ് അറേബ്യൻ ഡെസേർട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പറയുന്ന
ഹോട്ട് ഡെസേർട്ടിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പറഞ്ഞ പോയിന്റുകൾ നമുക്ക് നോക്കാമല്ലോ. എന്താണ് ഡെസേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെസേർട്ട് ആർ ജനറലി പ്ലേസസ് ദാറ്റ് റിസീവ് ആനുവൽ റെയിൻഫോൾ ഓഫ് ലെസ് ദാൻ 25 സെൻറ്റിമീറ്റർ. ഡെസേർട്ട് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിനിൽ നിന്നാണ്. വാക്ക് ഡെസേർട്ടും അർത്ഥം എന്താണ്? അബാൻഡൻഡ് പ്ലേസ്. രണ്ട് തരമുണ്ട്, കോൾഡ് ഡെസേർട്ടും ഉണ്ട്, ഹോട്ട് ഡെസേർട്ടും ഉണ്ട്. കോൾഡ് ഡെസേർട്ട് പെർമനൻറ്റ് സ്നോ കവറിൽ കാണുന്നതാണ്. ഇതെന്തായിരിക്കും? പോളാർ റീജിയനിലോ മൗണ്ടൻ്റെ മുകളിലോ ഹൈ പ്ലേറ്റ്യൂസിലോ ഉയർന്ന സ്ഥലങ്ങളിലോ ആണ് കാണുന്നത്. അന്റാർട്ടിക്കയും ഗോബിയും അറ്റക്കാമയും ലഡാക്കും ഒക്കെ കോൾഡ് ഡെസേർട്ടിന് എക്സാമ്പിൾ. ഹോട്ട് ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡെസേർട്ട് ആർ എയറിഡ് പ്ലേസസ്. എയറിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷ്ണമേഖലയുള്ള സ്ഥലം, വരണ്ട പ്രദേശം. ഫൗണ്ട് ബിറ്റ്വീൻ 50 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എലോങ് ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് ദ കോണ്ടിനെൻറ്റ്. കോണ്ടിനെൻറ്റുകളുടെ വെസ്റ്റേൺ ഭാഗത്താണ് കൂടുതലും കാണപ്പെടുന്നത്. ഹൈ ടെമ്പറേച്ചറാണ്. മാത്രമല്ല എന്താണ്? രാത്രി ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. ഹോട്ട് ഡെസേർട്ടുകളുടെ പ്രത്യേകതയാണ് ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഓൺ ദ ഡെസേർട്ട്. അപ്പോൾ സംശയം വരും അല്ലേ, എന്താണ് ഡൈയൂർണൽ റേഞ്ച് ടെമ്പറേച്ചർ? ഡൈയൂർണൽ റേഞ്ച് ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ പറയാറില്ലേ, നമ്മുടെ തിരുവനന്തപുരത്തെ കൂടിയ താപനില കുറഞ്ഞ താപനില എന്ന്. അപ്പോൾ ഒരു സ്ഥലത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും രാവിലെ ഉണ്ടല്ലോ, നമ്മൾ ഈ മോർണിംഗ് ടൈമിൽ സൺറൈസിൻ്റെ ഒക്കെ സമയത്ത്, ഒരു 6 മണിയുടെയൊക്കെ ആ ഒരു സമയത്ത് നമ്മളൊരു സ്ഥലത്ത് ടെമ്പറേച്ചർ എടുത്താൽ അതാണ് എന്ത്? അവിടുത്തെ കുറഞ്ഞ താപനില. എന്നാൽ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്ത് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ അതാണെന്ത്? കൂടിയ താപനില. ഈ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ്. അപ്പോൾ ഇത് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഡേ ടൈമിൽ ഹൈ ടെമ്പറേച്ചറും നൈറ്റിൽ ലോ ടെമ്പറേച്ചറും, അപ്പോൾ കൂടുതലും കുറവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ജനറലി താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണെന്ത്? ഡെസേർട്ടുകളെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഡെസേർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡെസേർട്ടിൻ്റെ പേരാണ് എന്ത്? ഥാർ ഡെസേർട്ട്. ഇന്ത്യൻ ഡെസേർട്ട് എന്നും വിളിക്കാറുണ്ട്. നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഥാർ ഡെസേർട്ട് എന്നും വിളിക്കാറ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ കണ്ടോ, നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ ഇന്ത്യയുടെയും വെസ്റ്റേൺ ഭാഗത്ത് തന്നെയാണ് ആര് കാണുന്നത്? ഥാർ ഡെസേർട്ട് കാണുന്നത്. ഏതാണ്ട് നമ്മളൊരു 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയ മൊത്തത്തിലുണ്ട്. അതിലേതാണ്ട് ഒരു 1.75 ലക്ഷം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ അകത്താണ്. അതായത് ഈ പറയുന്ന ഈ ഒരു ഭാഗം നമ്മുടെ ഇന്ത്യക്കകത്താണ്. ഓക്കെ, അത് ഏതാണ്ട് ഒരു 1.75 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏരിയ വരും. അതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എവിടെയാണ്? നമുക്കറിയാം, രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ്. കുറച്ച് ഭാഗം ഹരിയാനയിലും പഞ്ചാബിലുമായിട്ടും ബാക്കി ഭാഗം ഗുജറാത്തിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് പടർന്ന് കിടക്കുന്നത്. പോയിന്റ് ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോ. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഡെസേർട്ടിൻ്റെ പേരാണെന്ത്? ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട്. ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്താണ് കാണപ്പെടുന്നത്. അത് മൊത്തം ഏരിയ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതിൽ ഇന്ത്യയിൽ 1.75 ലക്ഷം ഉണ്ടെങ്കിലും സംസ്ഥാനം നോക്കിയാൽ മുക്കാലും കിടക്കുന്നത് ഒരൊറ്റ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലാണ്. കുറച്ച് ഭാഗം ഹരിയാനയിലും കുറച്ച് ഭാഗം പഞ്ചാബിലും ബാക്കി ഭാഗം എവിടെയാണ്? നമ്മുടെ റാൺ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഗുജറാത്തിൻ്റെ ആ ഒരു ഭാഗത്തുമാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഥാർ ഡെസേർട്ടിൻ്റെ ബൗണ്ടറികൾ എവിടെയെന്ന് നോക്കാം. ഇടതുവശത്ത് ഇൻഡസ് റിവർ ബേസിൻ, അതായത് ഇൻഡസ് നദിയും അതിൻ്റെ 5 ട്രിബ്യൂട്ടറികളുമാണ് ഇടത് വെസ്റ്റിലെ ബൗണ്ടറി. നോർത്തിൽ നോക്കിയാൽ സത്ലജ് റിവറാണ് അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ഈസ്റ്റിൽ നോക്കിയാൽ ആരവല്ലി മൗണ്ടൻസ് ആണ്. ഈ മൗണ്ടനെ ഒന്ന് നോക്കി വെച്ചോ. സൗത്തിൽ റാൺ ഓഫ് കച്ച് എന്ന് പറയുന്ന റീജിയനാണ് എന്ത്? നാച്ചുറൽ ബൗണ്ടറി ഓഫ് ഥാർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ, ഥാർ ഡെസേർട്ടിൻ്റെ ബൗണ്ടറി വെസ്റ്റേൺ ഭാഗത്ത് ഇൻഡസ് നദിയും ട്രിബ്യൂട്ടറി എന്ന് പറയണ്ട, ഇൻഡസ് നദി എന്നങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻഡസ് നദിയാണ് ഈ ഒഴുകി പോകുന്ന നദി. അപ്പോൾ ഇൻഡസ് നദിയാണ് ഇടതുവശത്തെ ബൗണ്ടറി, അതിനപ്പുറം മൗണ്ടൻസ് ആണ്. അപ്പോൾ ഇൻഡസ് റിവറാണ് ഇടതുവശത്ത് വെസ്റ്റിലെ ബൗണ്ടറി ഇൻഡസ്, നോർത്തിൽ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സത്ലജ്, ഈസ്റ്റിൽ ആരവല്ലി, സൗത്തിൽ റാൺ ഓഫ് കച്ച്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്ത്? നമ്മുടെ രാജസ്ഥാൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. തീരുന്നില്ല.
അടുത്ത് നമുക്ക് നോക്കാനുള്ള എന്തുകൊണ്ടാണ് രാജസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം ഒരു ഡെസേർട്ടായിട്ട് മാറിയത്? നല്ലൊരു ചോദ്യമാണ് അല്ലേ? കാരണം നമ്മുടെ ഇന്ത്യയുടെ ബാക്കി ഈ ഭാഗമൊക്കെ എടുത്താൽ ഇവിടെയൊക്കെ അത്യാവശ്യം മഴയൊക്കെ കിട്ടുന്ന പ്രദേശമാണെങ്കിലും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ മാത്രം എന്തുകൊണ്ട് ഡെസേർട്ടായി എന്നൊരു ചോദ്യം വരാം. അപ്പം അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന പ്രദേശത്ത് മഴ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വെള്ളം കിട്ടുന്നത് മെയിനായിട്ട് എവിടെ നിന്നാണ്? മഴ വളരെയധികം കുറവാണ്. റെയിൻഫോൾ വളരെയധികം കുറവാണ്. നമ്മൾ പറഞ്ഞു 25 സെൻറ്റിമീറ്ററോളം മഴയെ ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പം ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇവിടെ 25 സെൻറ്റിമീറ്റർ കിട്ടുന്നത്? അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ ആരവല്ലി മൗണ്ടനിൽ നിന്ന് നോക്കി വയ്ക്കാൻ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അത് വെച്ച് നമുക്ക് പറയാം. നമുക്കറിയാലോ, നമുക്ക് ഇന്ത്യക്കാർക്ക് മഴ കിട്ടുന്നത് എവിടുന്നാണ്? നമുക്ക് ഇന്ത്യക്കാർക്ക് മഴ കിട്ടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ്. എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ ഏതാണ്ട് നിൽക്കുന്ന ആ ഒരു മഴയുണ്ടല്ലോ, മഴക്കാലം, സ്കൂൾ തുറക്കുമ്പോൾ മഴക്കാലം, അവിടെ നിന്നാണ് നമുക്ക് മഴ കിട്ടുന്നത്. അപ്പോൾ ആ മഴ വരുന്നത് സൗത്ത് വെസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ ഭാഗം, അറിയാമല്ലോ, ഇത് സൗത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആര് വരുന്നത്? ഈ മൺസൂൺ മഴ വരുന്നത്. ഇത് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ 2 ബ്രാഞ്ചായിട്ട് മാറുമെന്ന് ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. ഇതിൽ ഈ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മുടെ ഈ പറയുന്ന വെസ്റ്റേൺ ഭാഗത്തൊക്കെ മഴ പെയ്യിപ്പിച്ച് എവിടെ എത്തും? ഗുജറാത്ത് തീരത്തെത്തും. അപ്പോൾ എന്നിട്ട് എങ്ങോട്ട് കയറും? ഇന്ത്യൻ കോണ്ടിനെൻറ്റിൻ്റെ അകത്തോട്ട്, സബ് കോണ്ടിനെൻ്റിൻ്റെ അകത്തോട്ട് കയറും. അപ്പോൾ ദേ കിടക്കുന്നു ആരവല്ലി പർവ്വതനിര. ആരവല്ലി പർവ്വതനിരയുടെ മുകളിൽ കൂടി പോകാനുള്ള ആവതൊന്നും ആർക്കില്ല? അറേബ്യൻ സീ ബ്രാഞ്ചിനില്ല. അപ്പോൾ ഈ പറയുന്ന മൺസൂണിനെ അങ്ങോട്ട് ആര് വിടത്തില്ല? ഥാർ ഡെസേർട്ടിൻ്റെ ഭാഗത്തോട്ട് ആരവല്ലി മൗണ്ടൻ വിടത്തില്ല. അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോയി മഴയൊക്കെ പെയ്യിപ്പിച്ച് നിൽക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്താ ഇവിടുന്ന് വന്ന് ഇവിടെ മേഘാലയയിലോട്ടൊക്കെ പോയിട്ട് ഒരു ബ്രാഞ്ച് നേരെ അകത്തോട്ട് വരും. പക്ഷേ ഈ മൗണ്ടൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൗണ്ടൻ അല്ല, വിൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിൻഡ് ദേ ഇങ്ങനെ വന്ന് നേരെ വരുമ്പോൾ ദേ വീണ്ടും നിൽക്കുന്നു ആര്? നമ്മുടെ ആരവല്ലി പർവ്വതം. അപ്പോൾ ഈ ആരവല്ലി പർവ്വതം നേരെ വന്ന് ആരെ ബ്ലോക്ക് ചെയ്യും? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെയും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആകെ മഴ കിട്ടുന്ന അറേബ്യൻ സീ ബ്രാഞ്ചിനെയും ബ്ലോക്ക് ചെയ്യും, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെയും ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കി, രണ്ടും ബ്ലോക്കായി. മാത്രമല്ല ഇവിടെ എന്താണ് അല്ല നമുക്ക് പറഞ്ഞു 15-ന് മുകളിലാണ് ഏതാണ്ട് നമ്മുടെ 23 ഡിഗ്രിക്കൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടും. പിന്നെ എന്താണ്? നദികളും കുറവാണ്. അപ്പോൾ എല്ലാം കൂടെ കാരണം ഹൈ ഇവോപ്പറേഷനും അതുപോലത്തെ ഇവിടുത്തെ എയറിഡ് ആയിട്ടുള്ള വിൻഡും ഒക്കെ കാരണം എന്ത് പറ്റും? ഈ പറയുന്ന സ്ഥലത്ത് മഴ അധികം ഒന്നല്ല, ഒട്ടും തന്നെ എന്ത് ചെയ്യാറില്ല, കിട്ടാറ് ഇല്ല. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സ്ഥലം എന്തായിട്ട് മാറിയത്? ഡെസേർട്ടായിട്ട് മാറിയത്. അപ്പോൾ ഥാർ ഡെസേർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താണ് ഥാർ ഡെസേർട്ട്? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലായിട്ട് കാണപ്പെടുന്നു. ഏതാണ്ട് 10, 100, 1000, 10,000 ലക്ഷം, 2 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. അതിൽ 1,75,000-ഓളം ഇന്ത്യക്കകത്താണ്. ബാക്കി എവിടെ? ബാക്കി പാകിസ്ഥാനിലാണ്. ബാക്കി എവിടെയാണ്? പാകിസ്ഥാനിലാണ്, സിന്ധ് പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ. അപ്പോൾ ഈ പറയുന്ന ഥാർ ഡെസേർട്ട് പ്രധാനമായിട്ടും അല്ലെങ്കിൽ 3/4 ഭാഗം ഇരിക്കുന്നത് രാജസ്ഥാനിലാണ്. ബാക്കി എവിടെ? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ബൗണ്ടറികൾ. നമ്മൾ പറഞ്ഞു നോർത്ത് വെസ്റ്റിൽ സത്ലജ്, വെസ്റ്റിൽ ഇൻഡസ്, സൗത്തിൽ റാൺ ഓഫ് കച്ച്, ഈസ്റ്റിൽ ആരവല്ലി. എന്തുകൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇവിടെ വിശദമായി എഴുതിയിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി ഈ ഥാർ ഡെസേർട്ടിനെ നമുക്ക് ജിയോഗ്രഫിക്കലി 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എത്ര ഡിവൈഡ് ചെയ്യാം? 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മരുസ്ഥാലി റീജിയണും മറ്റൊന്ന് ബാഗർ പ്ലെയിനും. മരുസ്ഥാലിയും ബാഗർ പ്ലെയിനും. എന്താ മരുസ്ഥാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ? മരുസ്ഥാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത്? നമ്മുടെ ആക്ച്വലായിട്ടുള്ള നമ്മൾ പടത്തിലൊക്കെ കാണുന്ന ഈ പറയുന്ന ഡെസേർട്ട്. എന്നാൽ ബാഗർ എന്ന് പറയുന്നത് ഒരു സെമി എയറിഡ് ആയിട്ടുള്ള റീജിയനാണ്. എന്ത് റീജിയനാണ്? സെമി എയറിഡ് ആയിട്ടുള്ള റീജിയനാണ്. എന്ന് വെച്ചാൽ ഇവിടെ ചെറുതായിട്ട് അത്രത്തോളം ഡെസേർട്ടിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല, കുറച്ച് കുറവാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഏതാണ്? മരുസ്ഥാലി റീജിയനാണ്. അപ്പോൾ മരുസ്ഥാലിയുണ്ട്, ബാഗറും ഉണ്ട്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മരുസ്ഥാലിയെ പറ്റിയിട്ടാണ്. മരുസ്ഥാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡി എക്സ്പാൻസ് അല്ലെ, വാസ്റ്റ് സാൻഡി എക്സ്പാൻസ്. മണൽ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പറയുന്ന അറബിയോട്ടവും മാധവൻ നായരും പടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുന്ന പോലെ എന്താണ് അങ്ങനെ നീണ്ടു കിടക്കുന്ന മണലാരണ്യം. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബെഡ്റോക്ക് പുറത്ത്, അത് ചെറിയ ചെറിയ പാറകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണപ്പെടുന്ന സ്ഥലം.
ഇവിടെ പ്രധാനമായിട്ടും 3 തരം പാറകളാണുള്ളത്. ഗ്രാനൈറ്റ്, നെയ്സിസ്. ഈ GNEISSES ജി സൈലൻ്റ് ആണ്, നെയ്സിസ് എന്ന് വായിച്ചാൽ മതി. ഓക്കെ, നെയ്സിസ് ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. അടുത്ത് വരുന്നതാണ് എന്ത്? ഷിറ്റ്സ്. ഷിറ്റ്സ്. ഞാൻ വായിക്കുമ്പോൾ അങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ വേറെ രീതി വായിച്ചു. നമ്മൾ സാധാ സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ ഇത്ര ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് ഇവിടെ കാണുന്ന 3 ടൈപ്പ് റോക്ക്. അപ്പോൾ എന്താ ഈ റോക്ക് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഗ്രാനൈറ്റ്. നമ്മുടെ ലാവ ഉണ്ടല്ലോ, ലാവ. ഈ ലാവ ഭൂമിക്കടിയിൽ വെച്ച് ഇങ്ങനെ പുറത്തോട്ട് വരും. നമ്മളെ ഭൂമിക്കടിയിൽ വെച്ച് തന്നെ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. ഈ മാഗ്മ തണുത്തുറഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പാറകളാണെന്ത്? ഗ്രാനൈറ്റ്. ഈ ഗ്രാനൈറ്റിൽ മെറ്റാമോർഫോസിസ് അഥവാ വെച്ചാൽ ഹൈ പ്രഷറും ടെമ്പറേച്ചറും കാരണം രൂപമാറ്റം വന്ന് ഫോം ചെയ്യുന്നതാണെന്ത്? നെയ്സിസ് അല്ലെങ്കിൽ ഗ്നീസിസ് എന്നറിയപ്പെടുന്ന പാറ. അതേപോലെ ഈ പറയുന്ന സെഡിമെൻ്ററി റോക്കുകൾക്ക് മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈ പ്രഷറും കാരണം പാറകളിൽ ഉണ്ടാകുന്ന രൂപമാറ്റത്തിനാണ് നമ്മൾ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഈ മെറ്റാമോർഫിക് റോക്കുകൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 3 ടൈപ്പ് പാറകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ആവറേജ് ഉയരം എന്ന് പറയുന്നത് 200 to 250 മീറ്ററാണ് എബോവ് ദ സീ ലെവൽ. ഇവിടുത്തെ ഈ മരുസ്ഥാലി റീജിയൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഈ മരുസ്ഥാലിയുടെ വെസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ ഡെസേർട്ടാണ്. ഓക്കെ, എന്നാൽ ഈസ്റ്റേൺ ഭാഗം എന്ന് പറയുന്ന കുറച്ച് പാറകളൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. ഓക്കെ, വെസ്റ്റേൺ ഭാഗം നമ്മൾ പറഞ്ഞു എന്താണ്? മണൽക്കുന്നുകളാണ്. അതിനെ നമ്മൾ ദിറാൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ദിരാൻ അല്ല, ദിരൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ദിരൈൻ. ഓക്കെ, ഇതൊക്കെ വാക്കുകളാണോ അതല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? രാജസ്ഥാൻ ബാഗർ. ഇപ്പോൾ രാജസ്ഥാൻ്റെ ഈ ഭാഗം ആരവല്ലി കുന്നുകൾക്ക് അടുത്തോട്ട് വരുന്ന ഭാഗമാണ് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു സെമി എയർഡ് ആയിട്ടുള്ള റീജിയനാണെന്ന് വെച്ചാൽ അധികം ഒരുപാട് ഡെസേർട്ട് അല്ല, ചെറിയ രീതിയിൽ നദികളൊക്കെ ഒഴുകുന്നുണ്ട്. ഒരു ലൂണി എന്നൊക്കെ പറയുന്ന ചെറിയൊരു നദിയൊക്കെ ഇതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് എന്ത്? ഈ പറയുന്ന രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഷോർട്ട് റിവേഴ്സ് കുറച്ചെണ്ണം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ നമുക്ക് കൃഷിയൊക്കെ പോസിബിളാണ്. അങ്ങനെ ഫെർട്ടൈലായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ റോഹി എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോഹി എന്ന് വിളിക്കുന്നത് എന്താണ്? രാജസ്ഥാൻ ഭാഗത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഭാഗം. അപ്പോൾ ഇത് പ്രധാന നദി ഏതാണ്? ഞാൻ പറഞ്ഞു ലൂണി. അതൊരു സീസണലായിട്ടുള്ള അല്ലെങ്കിൽ നോൺ പെരിനിയലായിട്ടുള്ള നദിയാണ്. എന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ അടുപ്പിച്ച് വരുമ്പോഴേ വെള്ളം ഉണ്ടാവുള്ളൂ, അല്ലാതെ അപ്പോൾ ഒന്നും കാണത്തില്ല. ഈ നദിയുടെ തീരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാൻഡി പ്ലെയിൻ, നമ്മളെ ബീച്ച് പോലത്തെ ഭാഗം കാണും. അതിനാണ് നമ്മൾ താലി എന്ന് വിളിക്കുന്നത്. താലി റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. അതിലുണ്ടാവുമല്ലോ, എല്ലാവർക്കും കിട്ടി കാണുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മുടെ നമ്മുടെ ആട് ജീവിതത്തെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ബെന്യാമിൻ്റെ ആട് ജീവിതവും. നിങ്ങൾ സിനിമ കണ്ട് കാണുമല്ലോ അല്ലേ? ഞാൻ കണ്ടില്ല കേട്ടോ സിനിമ. ഭയങ്കര സെൻറ്റി പടമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ബെന്യാമിൻ്റെ ആട് ജീവിതത്തിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് ഡെസേർട്ടിനെ പറ്റി ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിലെന്താണ് ഡെസേർട്ട് എന്നിവിടെ പറയുന്നുണ്ട്. ഇത് നമ്മൾ നോട്ടിൽ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ഡെസേർട്ടുകൾ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെസേർട്ടിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ധാർ ഡെസേർട്ട് എന്താണ്, അതിൻ്റെ ബൗണ്ടറി എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ പോയിൻറ്റും വ്യക്തമായിട്ട് ഞാൻ PDF കൊടുത്തിട്ടുണ്ട്. അടുത്ത അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. മരുസ്ഥാലി എന്താണ്, ബാഗർ എന്താണ്, ഗ്രാനൈറ്റ്, നീസിസ്, ഷിറ്റ്സിൻ്റെ ഇവിടെ വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ മരുസ്ഥാലി എന്താണ്, ബാഗർ എന്താണ്, അതുപോലെ തന്നെ എന്താണ് സോൾട്ട് ലേക്കുകളെ പറ്റി കൂടെ പറയണം. അപ്പോൾ ഒരു ഭാഗം കൂടി, ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഓക്കെ, അതായത് നമ്മുടെ ബാഗർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെറിയൊരു ഭാഗം നമ്മുടെ സോൾട്ട് ലേക്കുകളെ പറ്റി പറയുന്നുണ്ട്. എന്താണ് സോൾട്ട് ലേക്ക്? ഉപ്പിൻ്റെ അംശമുള്ള വെള്ളമുള്ള തടാകങ്ങളാണ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ രാജസ്ഥാൻ്റെ ഭാഗത്ത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു തടാകമാണ്. അതിൻ്റെ പേരാണ് ഉപ്പുള്ള സാമ്പാറല്ലേ, നമ്മുടെ സാമ്പാർ. ഓർത്ത് വെച്ചാൽ മതി, ഉപ്പുള്ള സാമ്പാർ. ഓക്കെ, SAMBHAR സ്പെല്ലിംഗ് എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. SAMBAR എന്ന് എഴുതരുത്. സാമ്പാർ ലേക്ക് ഇതൊരു സോൾട്ട് ലേക്കാണ്. ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, രാജസ്ഥാൻ്റെ തലസ്ഥാനമാണല്ലോ, അതിന് 65 കിലോമീറ്റർ ദൂരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഏതാണ്ട് 225 സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെങ്കിലും മഴക്കാലത്തേ ഉള്ളൂ, ഡ്രൈ കാലത്തത് വീണ്ടും കുറയും. അതുപോലെ തന്നെ ദീദ്വാന, സാർഗോൾ, കാട്ടു ഒക്കെ ഇവിടെ പ്രധാനപ്പെട്ട ലേക്കുകളാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യാറ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അതായത് ഇനി വരുന്ന ഇവിടുത്തെ ഡെസേർട്ടിലെ ലാൻഡ് ഫോംസിനെ പറ്റിയിട്ടാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോട്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക,
ഈ നോട്ട് ആവശ്യമുള്ളവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. പറ്റാത്തവന്മാർ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി, ഞാൻ അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.